എല്ലാവർക്കും നമസ്കാരം. മാസ്റ്ററിലേക്ക് സ്വാഗതം. പുണർദ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. റീഡിങ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പുണർദം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2024 എങ്ങനെയാണ് എന്ന് നോക്കാം. Ten of Swords, Ten of Cups, Five of Cups, King of Swords, Knight of Cups, Wheel of Fortune energy. വളരെ നല്ല എനർജിയാണ് പുണർദ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും നല്ല ഒരു മാസം തന്നെയാണ്. പല കാര്യങ്ങളും, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന അത് ആളുകളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ അനുവാദമില്ലാതെ കടന്നു വന്നിട്ട് നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില ആളുകൾ, നിങ്ങൾക്ക് ചുറ്റും നെഗറ്റീവായിട്ടുള്ള ആളുകളൊക്കെ നിങ്ങളിൽ നിന്ന് പറന്നകലുന്നുണ്ട്. അവിടെ നിങ്ങളുടെ പോസിറ്റിവിറ്റി അവരെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. ചില നെഗറ്റീവായിട്ടുള്ള ആളുകളെ ജീവിതത്തിൽ നിന്ന് വിട്ട് കളയുക. കാരണം ഇവിടെ സൂചിപ്പിക്കുന്നത് ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ അവർ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നിട്ടും അവസാനം ബന്ധങ്ങൾ ആലോചിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറുത്ത് പറയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ അവരെ ചേർത്ത് നിർത്തുന്നുണ്ടാവാം. പക്ഷെ അവരിൽ നിന്നൊക്കെ, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒരു നിങ്ങളെ ചതിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും മുറിവേൽപ്പിച്ചിട്ട്, അല്ലെങ്കിൽ അതുപോലെ ചതിച്ചിട്ട് പോയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പൊ അവര് തിരിച്ചു വന്ന മാപ്പ് പറയുകയും തിരിച്ചു ജീവിതത്തിലേക്ക് വരികയാണ് എങ്കിൽ മാപ്പ് പറയുക അല്ലെങ്കിൽ മാപ്പ് കൊടുക്കാതെ നിങ്ങളുടെ ഇഷ്ടം മാപ്പ് കൊടുക്കുന്നത് വളരെ നല്ല കാര്യം തന്നെ. പക്ഷെ മാപ്പ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവർ വീണ്ടും പഴയ പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതല്ല. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വ്യക്തത പാലിക്കുക. ഹീലിംഗ് ആവശ്യമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ സുഖപ്പെടണമെങ്കിൽ, ആ ഒരു ദുഃഖത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കാം. പക്ഷെ ഒരിക്കലും അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ച് വരുത്തരുത്. പലപ്പോഴും ആളുകളുടെ സങ്കടങ്ങൾ കണ്ടിട്ട് നിങ്ങൾ ക്ഷമിക്കാറുണ്ട്. ക്ഷമിക്കുക എന്ന് അവിടെ നിർത്തുക. അതിന്റെ അപ്പുറത്തേക്ക് എന്തൊക്കെ സിറ്റുവേഷൻസ് ആയാലും പിന്നീട് അങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാതിരിക്കുക. വിട്ടുകളഞ്ഞ ബന്ധങ്ങളായാലും അത് ഇനി വസ്ത്രങ്ങളായാലും മറ്റെന്ത് കാര്യമാണെങ്കിലും വിട്ടതാണ്. പിന്നെ ഒരിക്കൽ കൂടി അത് തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയുന്നു. പുതിയൊരു ജീവിതം നിങ്ങൾ തുടങ്ങുകയാണ്. 10 of Cups എനർജിയാണ്. കാരണം ഇവിടെ ചില ആളുകൾക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ പണ്ടൊരു പ്രണയമോ മറ്റോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. നിങ്ങളിപ്പോൾ അതിൽ നിന്നൊക്കെ പുറത്ത് കടന്ന് നിങ്ങളൊരു പുതിയ വിവാഹത്തിലേക്ക് നോക്കുന്നുണ്ടാവാം. പക്ഷെ ആ വ്യക്തി വീണ്ടും തിരിച്ചു വരും. നിങ്ങൾ അതൊന്ന് പുറത്ത് കടന്നു കഴിയുമ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക. കാരണം ഒരിക്കൽ കഴിഞ്ഞതാണ്. പിന്നെ പുറകോട്ടേക്ക് പോകാതിരിക്കുക. ഓക്കെ. അപ്പോൾ പുതിയൊരു ജീവിതം അല്ലെങ്കിൽ ഒരു നിശ്ചയമോ അല്ലെങ്കിൽ അറേഞ്ച്ഡ് മാരേജിലേക്ക് എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് വിട്ടിട്ട് വീണ്ടും ഈ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ 10 of Cups എനർജിയാണ്. ഇപ്പോൾ നിങ്ങളൊരു ഡിവോഴ്സിയോ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ മരിച്ചു പോയിട്ടോ മറ്റോ രണ്ടാമത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾക്ക് അതിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്തവരോ പഴയ കാര്യങ്ങൾ മറക്കാൻ പറ്റാത്തവരോ ഒക്കെ ഒരു ജീവിതത്തിലേക്ക് പോകുന്ന ഒരു സംശയം, അല്ലെങ്കിൽ പഴയ ജീവിതത്തിൽ ഒത്തിരി ദുഃഖങ്ങൾ ഉണ്ടായിട്ടുള്ളവർ എങ്കിൽ ഒരു സെക്കൻഡ് ചാൻസ് ആണ് നിങ്ങൾക്കിപ്പോൾ വന്നിരിക്കുന്നത്. എല്ലാത്തിനെയും സംശയത്തോടു കൂടി കാണാതിരിക്കുക. പുതിയൊരു ജീവിതം, പുതിയ സന്തോഷകരമായിട്ടൊരു ഫാമിലി ലൈഫ്, കുടുംബം, കുട്ടികൾ എന്നുള്ളൊരു നിങ്ങളുടെ സങ്കല്പം സത്യമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഒത്തിരി 40 years ഒക്കെ കഴിഞ്ഞിട്ട് ഇതുവരെ ഫസ്റ്റ് ടൈം വിവാഹം, ഇതുവരെ ഒരിക്കലും വിവാഹം കഴിക്കാത്തവര്, അങ്ങനെയുള്ളവർക്ക് വിവാഹ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഈ ഒരു വിവാഹം സാധ്യത നിങ്ങളിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ളവർക്കും വിവാഹ സാധ്യത സൂചിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു മാസക്കാലം. ഒത്തിരി കുടുംബമായിട്ട് ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ മക്കളൊക്കെ ദൂരെ ഉള്ളവരാണ്, അല്ലെങ്കിൽ മക്കളൊക്കെ മാറി താമസിക്കുന്നു, പുറത്ത് താമസിക്കുന്നവരാണെങ്കിൽ മക്കളോടൊപ്പം ഒക്കെ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ ഈ ഒരു മാസം നിങ്ങൾക്ക് സാധ്യമാകുന്നതായിട്ടുള്ള ഒരു സൂചന കൂടിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്തൊക്കെ മക്കളുള്ളവരാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ നാട്ടിലേക്ക് വരുന്നതായിരിക്കാം.
അല്ലെങ്കിൽ അവർ പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ അത് വിട്ടിട്ട് അവർ നിങ്ങളോട് കൂടെ താമസിക്കുകയോ മറ്റോ ചെയ്യാൻ വരുന്ന ഒരു സാഹചര്യവും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് 5 ഓഫ് കപ്സ് എനർജിയാണ്. ഇവിടെ വീണ്ടും 10 ഓഫ് സോഡ്സ് ആൻഡ് 5 ഓഫ് കപ്സ് എനർജി ഒരു വീണ്ടും സൂചിപ്പിക്കുന്ന നിങ്ങൾ കഴിഞ്ഞുപോയ കാലത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് ഇതിവിടെ തരുന്നത്. ദുഃഖം തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു നെഗറ്റീവ്, നമ്മുടെ ജീവിതത്തിൽ സങ്കടം സംഭവിക്കുമ്പോൾ എല്ലാവർക്കും ദുഃഖം ഉണ്ടാവും. ആ ഒരു ദുഃഖം പക്ഷേ ഒരു സമയമുണ്ട്, അത് അമിതമായിട്ടുള്ളൊരു ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ഒരു സഹായം തേടുക. കാരണം അത് നോർമലായിട്ടുള്ള കാര്യമുള്ള ഒരു പരിധിക്കപ്പുറം വീണ്ടും ദുഃഖത്തിൽ തന്നെ ഇരിക്കുക എന്നുള്ളത്. അപ്പോൾ വിട്ടുകളയാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു കൗൺസിലർ, ഒരു ലൈഫ് കോച്ച്, അതുപോലെ ആരുടെയെങ്കിലും നിങ്ങൾ സഹായം തേടുക. കാരണം അത് ഒത്തിരി നാളത് ദുഃഖമായിട്ട് നിൽക്കുകയാണെങ്കിൽ പിന്നെ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഒത്തിരി പാടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് ഭാവിയെക്കുറിച്ചിട്ടുള്ള ആകുലത വളരെ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ആകുലതകൾ ഭാവിയെക്കുറിച്ചിട്ട്, അതായത് എന്താവും, ഇപ്പോൾ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞു, ജോലിയൊന്നും ആയിട്ടില്ലെങ്കിൽ എനിക്ക് ജോലി എപ്പോൾ കിട്ടും, ജോലിയാവും, അങ്ങനെയുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ പല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ചിന്തകൾ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ ആ ഒരു ആകുലതകളൊക്കെ മാറ്റി വെച്ചിട്ട് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ലൈഫിൽ നിങ്ങളെ തന്നെ കുറച്ച് കംഫർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പല കാര്യങ്ങളും, നിങ്ങൾക്ക് സങ്കടമായാലും വികാരങ്ങൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് ഒരു സൈക്കോളജിസ്റ്റോ മറ്റോ ഒക്കെ കാണാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ചില ആളുകൾ ഒരു ആങ്സൈറ്റി, ഡിപ്രഷൻ, പാനിക് അറ്റാക്ക് മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, കിങ് ഓഫ് സോഡ്സ് എനർജിയാണ്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾ ഒരു വലിയ പൊസിഷനിൽ, ഹയർ പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതിനുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു മാസം സൂചിപ്പിക്കുന്നത്. ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരാണെങ്കിൽ ബിസിനസ് വലിയ ഉയർച്ചയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ഒരു ബിസിനസ് വളരെ വലിയ രീതിയിൽ വിപുലപ്പെടുത്തുന്നതോ, അല്ലെങ്കിൽ പുതിയ ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് ഒരു പ്രത്യേക മേഖലയിലാണെങ്കിൽ അതിൽ നിന്ന് മാറി മറ്റൊരു മേഖലയിൽ കൂടി നിങ്ങളൊരു പരീക്ഷണം നടത്താൻ ഉള്ളൊരു സാഹചര്യം, വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ പരീക്ഷണം നടത്താനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ കൺസൾട്ടൻസീസ് ഒക്കെ നടത്തുന്നു. ഇപ്പോൾ കരിയർ, വിദ്യാഭ്യാസവും ജോലി സംബന്ധമായിട്ടുള്ള മേഖലയിലുള്ള ജോലി, അതായത് ഇപ്പോൾ ഒരു കരിയർ കൺസൾട്ടൻസി, അതുപോലെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതോ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബിസിനസ്സാണ് നിങ്ങൾക്കെങ്കിൽ അതിൽ സാധ്യതകൾ ഏറി കൂടുതലായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പൊളിറ്റിക്സിൽ കൂടുതൽ ഉയർച്ചയിലേക്ക് പോകാനുള്ള ഒരു അവസരവും നിങ്ങൾക്ക് വരുന്നുണ്ട്. ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഉന്നത സ്ഥാനത്തേക്ക് എത്താനും അവസരം സൂചിപ്പിക്കുന്നുണ്ട്. ഇനി 8 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ബന്ധങ്ങളിൽ ഒത്തിരി സന്തോഷം നൽകുന്ന സമയമാണെന്ന് പറഞ്ഞു. അപ്പോൾ പലരുടെയും വിവാഹം സാധ്യമാകുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം. പ്രണയ സാക്ഷാത്കാരം സൂചിപ്പിക്കുന്നുണ്ട്. പ്രപ്പോസ് ചെയ്യുന്ന ഒരു സമയം, നിങ്ങളെ ആരോ പ്രപ്പോസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യുന്നതോ ആവാം. അപ്പോൾ പ്രണയ സാക്ഷാത്കാരം എന്നുള്ള രീതിയിലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആദ്യ പ്രണയം നിങ്ങൾ തുറന്നു പറയുന്ന ഒരു സമയം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളോട് പ്രണയം തുറന്നു പറയുന്നതിനുള്ള ഒരു സമയമൊക്കെ ഈ ഒരു മാസത്തിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ, നല്ല സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നു നിൽക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ബിസിനസ്സിലുള്ള ഒരാളല്ല, ജോലിയിലാണെങ്കിലും ഒത്തിരി ഉയർച്ച, സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എനർജി മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജോലി ഇല്ലാത്ത ഒരാളാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ജോലി സാധ്യതയോ നിങ്ങൾ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യത ഈ ഒരു മാസം സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഭാഗ്യദേവത കടാക്ഷിക്കുന്ന സമയം എന്നൊക്കെ നമ്മൾ പറയും, ലോട്ടറി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെയുള്ളൊരു സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ലോട്ടറി ടിക്കറ്റുകളൊക്കെ എടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് എങ്കിൽ ഈ ഒരു മാസം ഒരു ടിക്കറ്റ് എടുക്കുക. ഒരു ടിക്കറ്റ്, അപ്പോൾ ഞാനത് പിന്നെയും ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണ്, ഒത്തിരി ടിക്കറ്റ് എടുത്ത് കൂട്ടേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്താലും മതി അത് അടിക്കാൻ. പിന്നെ സ്വയം വിശ്വാസം ഇല്ലാതിരിക്കുമ്പോഴാണ് കൂടുതൽ ഇനി ഇത് അടിച്ചില്ലെങ്കിൽ മറ്റേതെങ്കിലും അടിക്കുമല്ലോ എന്നുള്ള, അതിൻ്റെ ആവശ്യമില്ല.
ഒരു ടിക്കറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.